അതിനു മുമ്പ് ഞാൻ ചെയ്ത തെറ്റിന് എന്റെ അനിയത്തിയോടും കൂടിയല്ലേ സത്യമ്മ അവിടെ നിന്ന് ഇറങ്ങാൻ പറഞ്ഞത്. മോളെ, എടി ഞാൻ പറയുന്നത് നീ ഇപ്പൊ അതിനെപ്പറ്റിയൊന്നും ആദ്യം പിടിക്കണ്ടെന്നാ. രോഹിത് മോന് ഒരുപാട് ഇഷ്ടമാണല്ലോ ശ്യാമേ. മോളെ ശാലിനി, ശാലിനി, മോളെ ശാലിനി, ശാലിനി, മോളെ എന്ത് പറ്റിയടി മോളെ? ശാലിനി കുഞ്ഞെ, ശാലിനി, 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 മോനെ വിഷ്ണു, എന്താ പറ്റിയ? ശാലിനി, 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 വിഷ്ണു, ശാലിനി, ശാരദമ്മ എന്താ പറ്റിയേ? അറിയില്ല മോനെ, സംസാരിച്ചോണ്ട് നിന്നതാ. അതിനിടയില് ശാലിനി, ശാലിനി, പെട്ടെന്ന് നിൽക്കാം, നമുക്ക് ഹോസ്പിറ്റലിൽ ഉണ്ടാവും. എന്താ ഡോക്ടർ? മറ്റു കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. പ്രഗ്നന്റ് ആണെന്ന് തോന്നുന്നു. ഓ, ഏതായാലും കുട്ടിയോട് ഇപ്പൊ ഇത് പറയണ്ട. റിപ്പോർട്ട് നെഗറ്റീവ് ആണെങ്കിൽ വെറുതെ ആശ കൊടുക്കുമല്ലേ. ശരി, റിപ്പോർട്ട് കിട്ടി കൺഫേം ചെയ്തിട്ട് നാളെ പറയാം. കിടന്നോളൂ, കുറച്ച് സമയം കൂടി കിടക്ക. ഡോക്ടർ, ഏയ് കുഴപ്പമൊന്നുമില്ല കുട്ടി. ഇയാള് നേരെ ചൊവ്വേ ഭക്ഷണമൊന്നും കഴിക്കാറില്ലല്ലേ? ഹസ്ബൻഡിനെയും അമ്മയും വെറുതെ ടെൻഷൻ അടിപ്പിച്ചല്ലോ ഇയാള്. കുട്ടി ഇവിടെ കൊണ്ടുവരുമ്പോ അവരുടെ വെപ്രാളം ഒന്ന് കാണേണ്ടതായിരുന്നു.
അകത്തേക്ക് വിളിക്കൂ. ശരി ഡോക്ടർ. ഡോക്ടർ, എനിക്ക് പേടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല. ഇരിക്കൂ. എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ല ഡോക്ടറെ. കാര്യമായ പ്രശ്നമൊന്നുമില്ല, കുറച്ച് രക്തക്കുറവുണ്ടെന്നേ ഉള്ളൂ. അല്ല, കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ്, എങ്കിലും ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കാൻ കുറച്ച് ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. റിപ്പോർട്ട് നാളെ കിട്ടും. മോൾക്ക് നല്ല പോഷകാഹാരം കൊടുക്കണം, അതും സമയത്ത് തന്നെ കഴിപ്പിക്കുകയും വേണം. സ്വന്തമായിട്ടൊരു ഹോട്ടൽ ഉള്ളതാ ഡോക്ടറെ. പക്ഷെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മക്കൾക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ മാത്രമേ സമയക്കുറവ്. നേരാണോ ഈ കേൾക്കുന്നേ? അല്ല, അങ്ങനെയല്ല. ഈ ശാലി മുഴുവൻ സമയം പഠിത്തമാണേ. ഡോക്ടർ ചിലപ്പോ വായിച്ചു കാണും. സിവിൽ സർവീസിൽ 2ാം റാങ്ക് കിട്ടിയില്ല. ആ ശാലിനിയാ. ഓ, ആ ശാലിനിയാണോ ഈ ശാലിനി? ആ, അതന്നെ. ഓഹോ, എനിവേ കൺഗ്രാറ്റ്സ്. താങ്ക് യു ഡോക്ടർ. രണ്ടാമതൊരു കൺഗ്രാറ്റ്സ് കൂടി പറയാൻ ചാൻസ് കിട്ടുമോ നോക്കട്ടെ. അതെന്താ ഡോക്ടർ? എന്തായാലും റിപ്പോർട്ട് വാങ്ങാൻ നാളെ വരുമല്ലോ, അപ്പൊ പറയാം. സിവിൽ സർവീസുകാർക്കൊക്കെ ഓടി നടക്കാൻ നല്ല ആരോഗ്യം വേണം കേട്ടോ. അതുകൊണ്ട് ഭക്ഷണ കാര്യത്തിൽ ഉപേക്ഷ വേണ്ട. വേണ്ട വിഷ്ണുവേട്ടാ, എന്നെ പിടിക്കൊന്നും വേണ്ട. എനിക്ക് അതിനുള്ള ക്ഷീണമൊന്നുമില്ല. ഞങ്ങള് കണ്ടായിരുന്നു. എന്തു പറ്റിയതാ ശാരദാമ്മ ശാലിനി മോക്ക്? അവളോട് തന്നെ ചോദിക്ക്. ആഹാരം കഴിക്കാതെ ഓരോന്ന് വരുത്തി വെച്ചിട്ട്. ഒരു കുഴപ്പമില്ല ശാന്തേച്ചി, ഒരു ചെറിയ തലചുറ്റല്. അപ്പോഴേക്ക് ഇവരെല്ലാരും എടുത്തോണ്ട് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലെങ്കിൽ കാണായിരുന്നു. അതെ അതെ, ഇനി ഇങ്ങനെ വെയിലത്ത് അകത്തേക്ക് കയറാം. വാ. എന്നെ വെറുതെ രോഗിയാക്കല്ലേ വിഷ്ണുട്ടാ. അതെ, വരാൻ. കേറി പൊടി. വാ. ആ സമയത്ത് വിഷ്ണുമോൻ ഉണ്ടായിരുന്നല്ലേ? അതൊരു രക്ഷയായി. അല്ലെങ്കിൽ ഞാൻ തനിച്ച് എന്ത് ചെയ്തേനെ? വിഷ്ണുമോൻ എന്തിനാ വന്നത്? ശാലിനിമോളെ കൂട്ടിക്കൊണ്ടുപോകാൻ തന്നെയല്ലേ? അറിയില്ല, ഒന്നും പറഞ്ഞില്ല. വിഷ്ണുമോന് ചായയോ മറ്റോ ഇട്ടു കൊടുക്കട്ടെ ശാരദാമേ? ഇപ്പൊ നീ അവരെ ശല്യപ്പെടുത്താനൊന്നും പോണ്ട. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനുണ്ടാവും അവർക്ക്. സങ്കടങ്ങളൊക്കെ ഒഴിഞ്ഞു പോട്ടെ. എന്താടോ? വിടില്ല, ഇനി ഞാൻ എന്റെ വിഷ്ണുവേട്ടനെ എങ്ങോട്ടും വിടില്ല. എന്തായാലും വിഷ്ണുവേട്ടൻ വന്നല്ലോ. സത്യമയുടെ തെറ്റിദ്ധാരണയെല്ലാം മാറി. എന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ വിഷ്ണുവേട്ടൻ അയച്ചില്ലേ? തന്താനീന
ശാലിനി, എനിക്കറിയായിരുന്നു എല്ലാം പെട്ടെന്ന് തന്നെ മാറുമെന്ന്. വിഷ്ണുട്ടൻ എന്നെ കൂട്ടിക്കൊണ്ടു പോവാൻ വരുമെന്ന്. സത്യമ്മ എത്ര സ്നേഹിച്ചതാ എന്നെ അത്ര പെട്ടെന്ന് വെറുത്ത് കളയാൻ പറ്റുമോ? വിഷ്ണുട്ടന്റെ പെണ്ണല്ല എന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ അച്ഛന്റെ മോളും പാറുവിന്റെ അമ്മയല്ല എന്നൊക്കെ പറയാൻ പറ്റുമോ? ഇല്ല വിഷ്ണുട്ട, അത്രയ്ക്ക് കല്ലല്ല സത്യമ്മയുടെ ഹൃദയം. ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, അതങ്ങ് മാറി. ആ നല്ലതാ ഇടയ്ക്കൊക്കെ പിണങ്ങുന്നത്. ഒരുപാട് സ്നേഹമുള്ളിടത്തല്ലേ പിണക്കുണ്ടാവും. നമുക്ക് ഇപ്പൊ തന്നെ ഇറങ്ങാം. ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം. ശാലിനി, എന്താ? വിഷ്ണുട്ടാ, എന്ത് വേണമെങ്കിലും പറഞ്ഞു. പക്ഷെ വിഷ്ണുട്ടൻ വന്നത് എന്നെ കൊണ്ടുപോകാനല്ലെന്ന് മാത്രം പറയല്ലേ. അത് മാത്രം. ശാലിനി, കാറും കോളും ഇല്ല മാറും. പക്ഷെ ഇപ്പോഴല്ല. നമുക്കതുവരെ കാത്തിരിക്കാം. താൻ മാത്രമല്ല, ഞാനും. ഞാൻ വന്നത് ഇത് തരാനാ. തന്റെ സിവിൽ സർവീസ് ഇന്റർവ്യൂവിന്റെ ലെറ്ററാ. ഞാൻ നോക്കിയപ്പോ ഇതവിടെ കിടക്കുക. മറ്റന്നാളല്ലേ ഇന്റർവ്യൂ. താൻ എന്തായാലും ഇന്റർവ്യൂവിൽ പോണം. കൊണ്ടുപോകാൻ ഞാൻ വരും. ഞാനെന്നാ പോവാ. വിഷ്ണുട്ടാ, എനിക്കിപ്പം ചെലവഴിക്കാൻ കുറച്ച് സമയം പോലും ഇല്ലേ? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലടോ അമ്മ അറിയാതെ ഞാൻ വന്നിരിക്കുന്നേ. ഇപ്പൊ തന്നെ സമയം ഒരുപാടായി. പോണം. കുഴപ്പമില്ല വിഷ്ണുട്ട പൊയ്ക്കോ. ശാലിനി, വിഷ്ണുട്ടൻ പൊയ്ക്കോ. ഇനി നിന്ന എനിക്ക് തന്നെ എന്നെ
ഭാമേ, ചടങ്ങൊക്കെ നിശ്ചയിച്ച നന്നായി. പക്ഷേ ശാലിനിയുടെ കാര്യം. രാഘവേട്ട, അക്കാര്യം പലതവണ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. എന്താ എല്ലാരും കൂടി? നീ എവിടെ പോയിരുന്നു? ഞാൻ ഹോട്ടലിൽ പോയിരുന്നു. ഹോട്ടലിൽ പോയെന്ന് പറഞ്ഞ പോയത് ഹോട്ടലിൽ തന്നെ ആവണം. എന്റെ മക്കൾ എന്റെ വാക്ക് തട്ടില്ലെന്ന എന്റെ വിശ്വാസം. ആ, അത് പോട്ടെ. നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ശ്യാമയുടെ സീമന്ത് നാളത്തേക്ക് നിശ്ചയിച്ചിരിക്കുക. അതിനുള്ള ഏർപ്പാടുകൾ നീ തന്നെ മുമ്പിൽ നിന്ന് ചെയ്യണം. നിന്റെ ഭാഗത്തുനിന്ന് വിളിക്കാനുള്ളവരെയൊക്കെ വിളിച്ചോണം. അമ്മ, അപ്പം ശാലിനി വിഷ്ണു, ശാരദാമ്മയെ ഞാൻ വിളിക്കും. ശാരികയും. നീ ശാലിനിയെ കാണാൻ പോയിരുന്നല്ലേ? എനിക്കറിയാടാ നിന്റെ മനസ്സ്. അവളൊരു പാവച്ച. നീ വിഷമിക്കാതെ നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം.